ദൈവത്തിനൊന്ന് ചിരിപ്പിക്കാൻ പറ്റുമോ? ഈ മുല്ല നസറുദ്ദീന്റെ ഒരു കഥ ഉണ്ട്. ആള് കുറെ ചിരിപ്പിക്കുന്ന കഥകളൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പം ഈ ആളെടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ആളല്ലേ, അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിനൊന്ന് ചിരിപ്പിക്കാൻ പറ്റുമോ? അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, ദൈവത്തിന് ചിരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, നിങ്ങൾക്കും പറ്റും എനിക്കും പറ്റുന്നു. അപ്പൊ പറഞ്ഞു, അതെങ്ങനെ ദൈവത്തിന് ചിരിപ്പിക്കാൻ പറ്റാം? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഭാവി പദ്ധതികളൊക്കെ ദൈവത്തിനോട് പറഞ്ഞാൽ മതി, അത് കേട്ടാ ദൈവം തന്നെ ചിരിച്ചോളൂ എന്ന് പറഞ്ഞു. നല്ല രസകരമായിട്ടൊരു കഥ ആയിട്ട് തോന്നി. കാരണം വേറൊന്നുമല്ല, നമ്മുടെ കയ്യിലില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാവി. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെടുന്നത് ഈ ഭാവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അപ്പോൾ ഇത് വിധിക്കപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ ഇതൊക്കെ നമ്മളിലേക്ക് വന്നോളും. ഇവിടെ നമ്മൾ ഭാവി സുരക്ഷിതമാക്കാൻ ഓടുന്നതിനേക്കാളും ഭംഗി പ്രസന്റിനെ ഭംഗിയുള്ളതാക്കാൻ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. പ്രസന്റിനെ ഭംഗിയാക്കാനുള്ള ഓട്ടം ഓടിക്കൊണ്ടിരിക്കുക. പ്രസന്റ് ഭംഗിയായി പതുക്കെ ഭാവി ഭംഗിയായിക്കോളും. റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നാളെ ഇതിനെ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക. പ്രസന്റിനെ ഭംഗിയാക്കുക. ഇതാണ് ഫ്യൂച്ചർ ഭംഗിയാക്കാൻ ഏറ്റവും നല്ല ടിപ്പ്. അല്ലാതെ 10 കൊല്ലത്തെ ഒരു ഭാവി ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കുന്ന പടച്ചോൻ എന്തായാലും ചിരിയാ വരിക. കാരണം ഇതൊക്കെ പടച്ചോന്റെ കയ്യിലുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മള്.